ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതിനുള്ള പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിയനായി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ പാതി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 200 ഗ്രാം ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.